ഹായ് ഹലോ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6 അല്ലേ ഒരു അടിപൊളി കോണ്ടസ്റ്റൻ്റ് ആണ് നോറ അല്ലേ. അടിപൊളി കോണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് കരച്ചിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ, വിക്ടിം കാർഡ് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. ആദ്യ സംഭവങ്ങളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാൻമണീനെ വച്ചിട്ടുള്ള വിക്ടിം കാർഡ് ഇറക്കലും, ജാൻമണി നോറേനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് നോറ അങ്ങനെയല്ല, കുറേ പാത്രം കഴിച്ചു, ആരും അത് കാണുന്നില്ല, നോറ പണിയെടുക്കുന്നത് കാണുന്നില്ല, അങ്ങനെയുള്ള കുറച്ച് വിക്ടിം കാർഡ് ഇറക്കലൊക്കെ ആയിരുന്നു നോറയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്ത് പറഞ്ഞാലും കരച്ചിൽ തന്നെയായിരുന്നു. നമ്മുടെ സായി വയൽക്കാടായിട്ട് വന്നപ്പോൾ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? നോറ വീട്ടിൽ നിന്ന് പെട്ടിയിൽ തുണി തന്നെയല്ലേ കൊണ്ടുവന്ന്, ടിഷ്യൂ പേപ്പർ അല്ലല്ലോ ബിഗ് ബോസ് ടിഷ്യൂ പേപ്പർ വാങ്ങിച്ച് മുടി എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് നോറ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൻസിബ ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നോറനെ വലിച്ചു കീറി പറഞ്ഞൊരു കാര്യമാണ്, വെറുതെ ഫാമിലി ഇഷ്യൂസ് കൊണ്ടുവന്ന് ബിഗ് ബോസിൽ ഇട്ട് കഴിഞ്ഞിട്ട് അതിനൊരു ഇഷ്യൂ ആക്കി ക്രിയേറ്റ് ചെയ്ത് ഗെയിം കളിക്കുകയാണെന്നുള്ളത്. ഓഫ് കോഴ്സ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നോറ അത് തന്നെയാണ് ചെയ്തത്. നമ്മുടെ വീട്ടിലും എല്ലാവരുടെയും ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടീനെ ഈ രീതിയിൽ വളർത്തണം, ആ കുട്ടിക്ക് ഈ രീതി എഡ്യൂക്കേഷൻ കൊടുക്കണം, ആ കുട്ടി ഇന്നതാവണം എന്നൊക്കെ എല്ലാ പേരൻസിനും ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ അതുപോലെ മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് നിർബന്ധമില്ലല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലീനെ വലിച്ചിഴിച്ച് ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ ഇതിൽ നിന്നും സർവൈവ് ചെയ്ത് വന്നതാണ്, അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യവും ഫാമിലീനെ അതിലേക്ക് ഒരു ഗെയിമിലേക്ക് എടുത്തിടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ എടുത്തിട്ടാൽ ബാക്കിയുള്ള ഗെയിമേഴ്സ് അതിനെടുത്ത് എന്താക്കും, ഒരു ഗെയിമാക്കും. അത്രയും തന്നെയാണ് ഇവിടെ അൻസിബിയും ചെയ്തിട്ടുള്ളൂ അല്ലേ. നോറയ്ക്ക് നന്നായിട്ട് നിന്ന് ജയിക്കാമായിരുന്നു, ഓർ നന്നായിട്ട് കളിക്കാമായിരുന്നു. അതുപോലെ തന്നെ സക്സസ്ഫുള്ളാണ് ലൈഫിൽ. പാരൻസിന് പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും, തൻ്റെ മക്കൾ ഇന്ന രീതിയിലാവണം, ഇന്നതാവണം എന്നൊക്കെ. പക്ഷേ ഓരോ പാരൻസിൻ്റെയും ഇഷ്ടങ്ങൾക്കപ്പുറത്തേക്ക് മക്കൾക്കൊരു ഇഷ്ടം ഉണ്ടായിരിക്കും, അവിടെ അവർക്കൊരു കാലിബർ ഉണ്ടായിരിക്കും, അതിലേ അവരെത്തത്തുള്ളൂ. അപ്പോൾ അതിന് പാരൻസിനെ സ്വാഭാവികമായിട്ടും കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും കാര്യമില്ല. അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള കോണ്ടസ്റ്റൻസിൻ്റെ വീട്ടിലായാലും അങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ള പാരൻസ് ഉണ്ട്. ഇപ്പോൾ സായിയുടെയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആഗ്രഹങ്ങൾ പലതാണ്, പക്ഷെ അതിനൊരു വിക്ടിം കാർഡാക്കുക, കരച്ചിൽ മാത്രം ഒരു ഗെയിം ആക്കുന്ന ആളാണ് നോറ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വേറെ ഒന്നും നമ്മളവിടെ ഗെയിമിൽ കണ്ടിട്ടില്ല. നമ്മുടെ ജാൻമണിക്ക് എതിരെയുള്ള കുറേ കാര്യങ്ങൾ വിക്ടിം കാർഡ് ഇറക്കി, പിന്നെ ആരെന്ത് പറഞ്ഞാലും പോയിരുന്ന് കരയുക. ഫാമിലി വന്നപ്പോഴും കരയരുതെന്ന് പറഞ്ഞിട്ട് പാരൻസ് പറഞ്ഞു കരയരുത് എന്ന് പറഞ്ഞിട്ടും ഇരുന്ന് കരയാം. അപ്പോൾ ഇന്ന് അൻസിബ എന്തുകൊണ്ടും മോർണിംഗ് ടാസ്കിൽ ചെയ്ത് വളരെ നല്ലൊരു ഗെയിമാണ്. നോറയെ പറ്റി ഇത് തന്നെയാണ് അവിടെയുള്ള പല കോണ്ടസ്റ്റൻസിനും അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓരോ കോണ്ടസ്റ്റിനെ പറ്റി നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നോറ എന്ന് പറഞ്ഞൊരു കോണ്ടസ്റ്റിൻ്റെ ഗെയിം എന്താണ്? ടോപ്പ് 5 നോറ എത്തുമോ? എത്തേണ്ട ഒരാളാണോ? ഗെയിം ഉണ്ടോ നോറയ്ക്ക്? എന്താണ്? അതോ അൻസിബ പറയുന്ന രീതിയിൽ തന്നെയാണോ നോറ മുന്നോട്ട് പോകുന്നത്?